ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ പോകാനാണ് റെഡിയാവുന്നതെന്നല്ലേ, വേറെ എങ്ങുമല്ല, നമ്മുടെ പറശ്ശിനി മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. വലിയ ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്ഷേ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. ഇത് നമ്മളൊരു മേക്കപ്പ് ഇട്ട ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ പൗഡറൊക്കെ ഇട്ട മുഖം ഒന്ന് നല്ലൊരു ഇതായി വരുമല്ലോ, ആ ഒരു ഇത് നമുക്ക് കിട്ടും. പൗഡറല്ല, അതിനേക്കാളൊരു നല്ലൊരു സംഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. നല്ലൊരു സോഫ്റ്റ് ആയ പോലത്തെ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും ഇത്. മറ്റുള്ളൊരു സൺസ്ക്രീനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ മേക്കപ്പ് എന്താ പറയുക, ഇഷ്ടപ്പെടാൻ ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ബെറ്ററാണ് കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. ടിൻറ്റഡ് സൺസ്ക്രീൻ കേട്ടോ. നന്നായിട്ടുണ്ട് ആ ഒരു സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പുരികമൊക്കെ ഞാൻ ഫുള്ളായിട്ട് വളർത്തിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കില്ല. അതങ്ങനെ വളർന്നു വരുന്നത് ആകെ ഒരു വൃത്തികെട്ട കോലത്തിലാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട്. അപ്പം കസിൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വളരട്ടെ, ആ സമയത്ത് മാത്രമേ എടുക്കൂലെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും അതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ എടുക്കേണ്ടി വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. കുഴപ്പമില്ല, ഞാൻ അത്ര വരെ എടുക്കാണ്ട് ഇരിക്കുന്നതന്നെയാണ് എൻ്റെ ഒരു ഇത്. ഇതാ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൃത്തികെട്ട ഷേപ്പിലുള്ള പുരികത്തിന് ചെറുങ്ങനെയെങ്കിലും ഒരു ഷേപ്പാക്കി എടുക്കണമെങ്കിൽ ഇതായി ഒരു ഐബ്രോ പെൻസിൽ വേണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒന്നുകൂടെ വരച്ച് കഴിഞ്ഞാൽ നല്ല കാടത്തിനെ പോലെ ഉണ്ടാവും. അതിനെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പൊട്ടും കൂടെ കുത്തിയിട്ടുണ്ട്. ഇനി ധൻഷു ബേബി ഇതാ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മളെ ഫ്രിഡ്ജിൻ്റെ മേലെ ഈ ഒരു സംഭവം കണ്ടത്. ഇങ്ങനെ എവിടെ കണ്ടാലും പേരെഴുതുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം എനിക്കുണ്ട്. പിന്നെ നമ്മളിതാ ചെറുതായിട്ടൊന്ന് കപ്പയും ചായയും കഴിച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം പറശ്ശിനിയിലേക്കാണ് നമ്മൾ പോകുന്നതല്ലോ. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മുടി കെട്ടിയില്ല, മുടിയൊക്കെ എന്തൊക്കെയോ കോലത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊന്നും അങ്ങോട്ട് സെറ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അതാണ് ഹസ്ബൻഡ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് എനിക്കൊരു സംഭവം മെയിനായിട്ട് കാണണം, അതിനു വേണ്ടി കൂടിയാണ് ഞാനിന്ന് പോകുന്നത്. വേറെ ഒന്നല്ല, ഞാൻ കുറച്ച് നാൾ മുന്നേ പറശ്ശിനിയിലൊരു ചിത്രം, അതായത് മുത്തപ്പൻ്റെ ഒരു ഛായാചിത്രം മുത്തപ്പൻ്റെ കയ്യിൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 വട്ടം പോയപ്പോഴൊന്നും ആ ഒരു ഫോട്ടോ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം 3ാമത്തെ പോക്കാണിത്. ഈ ഒരു ഇതിലെങ്കിൽ എനിക്ക് ആ ഫോട്ടോ കാണാൻ വേണ്ടി പറ്റുമെന്ന് അങ്ങേയറ്റം ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഏതാണ്ട് എത്താറായിട്ടുണ്ട് പറശ്ശിനിയിൽ. നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറശ്ശിനിയിൽ ജസ്റ്റ് തൊഴുത് ഇറങ്ങിയിട്ട് നമ്മൾ മറ്റേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ഇപ്പോൾ വന്നത്, അപ്പം അവിടെ ഒന്ന് കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ എന്താ പറയുക, ഹസ്ബൻഡ് ചങ്ങായിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല, പിന്നെ ഭയങ്കര പൈസയൊക്കെയാണ്. പൈസ ആവുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഫുഡ് നന്നായില്ലെങ്കിൽ എന്താ പറയുക, കഴിക്കാനേ തോന്നത്തില്ലല്ലോ. ഉള്ളതുപോലെ പറയണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ആഗ്രഹം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചത് അത് എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തീരുമാനിച്ചത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജസ്റ്റ് അവിടുത്തെ ആ ഒരു ആംബിയൻസൊക്കെ നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുമ്പം നമ്മൾ ഒരു കുട്ടി പോലും ഇല്ല ഗൈസ് അതിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ കണ്ടോ, നമ്മുടെ മുത്തപ്പൻ്റെ വാഹനമാണ് ഇവിടെ ഫുള്ളായിട്ട് കാണുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കാണാനൊക്കെ നല്ല അടിപൊളിയാണെങ്കിലും പക്ഷേ ഒരു കുട്ടി പോലും ഇതിനുള്ളിലില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം. കണ്ടില്ലേ, പൊതുവേ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്തരം ആംബിയൻസൊക്കെ ഉണ്ടെങ്കിൽ ഫുഡും കൂടെ നന്നായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആൾക്കാർ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ അത് എത്ര നല്ല സ്ഥലമാണെങ്കിലും അവിടെ ആൾക്കാരുണ്ടാകത്തില്ല കേട്ടോ. അതാണ് ഇവർക്ക്. ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഇറങ്ങി ഒന്ന് ഷോ കളിച്ച് നടക്കണം കേട്ടോ. അപ്പോൾ എന്നെ തന്നെ അവിടെയുള്ളവർ നോക്കുന്നൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വന്നതായിരിക്കും എന്ന് കരുതിയിട്ടാവണം. പക്ഷേ നമ്മൾ കഴിച്ചില്ല. പിന്നെ ബോട്ട് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ പോവാത്തൊരു വഴിയിൽ കൂടിയാണ് നമ്മൾ പറശ്ശിനിയിലേക്ക് പോകുന്നത്. അതായത് ആ ഒരു സൈഡിൽ കൂട്ടാൻ ഞാൻ ഇതുവരെ വന്നിട്ടില്ല.
മറ്റേ 2 വഴികളിലൂടെയാണ് നമ്മളെപ്പോഴും വരാറുള്ളത്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ചേട്ടൻ ഇവിടെ കച്ചവടം വെക്കുന്നുണ്ട്. അപ്പോൾ ധൻഷു ബേബി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൾ നമുക്ക് ബബിൾസ് മേടിക്കണം ഓടെ പീടിയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പ്രശാന്ത് ഏട്ടൻ പക്ഷെ നമ്മൾ ആ ഭാഗത്തോട്ടേ അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങേ ഭാഗത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ പറശ്ശിനിയിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ കയറുന്നത്. എൻ്റെ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റണേ ഭഗവാനേ മുത്തപ്പ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇതേറ്റവും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നുണ്ടായത്. ഈ ഒരു തവണയെങ്കിലും എന്നെ നിരാശപ്പെടുത്തല്ലേ, എനിക്കത് കാണാൻ പറ്റണേ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഡോഗ് ഉണ്ടോ, ഒരു ഡോഗ് നല്ല അടിപൊളി സ്റ്റൈലുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ കൊണ്ടാണ് ഒരു ഫാമിലി വന്നിട്ടുണ്ടായത്. അതിനെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മുത്തപ്പൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഇതാ മുത്തപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയിട്ടോ. ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് പുഴയിൽ നിന്ന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാരണം കൊട്ടിയൂരെ തിരക്ക് ഫുള്ള് കൊട്ടിയൂർ പോകുന്നവരൊക്കെ ഇവിടെയും വരുമല്ലോ. അപ്പോൾ നമ്മളിതാ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയത് നിർമ്മാല്യം, അതായത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ എനിക്ക് ചായ കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഞാൻ വരച്ച ഫോട്ടോ ഉണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയതാ. നമ്മൾ നിർമ്മാല്യം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാൻ നിന്നില്ല, നിർമ്മാല്യം വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് കഴിക്കാട്ടോ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അവിടെ എവിടെയും ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല. പിന്നെ അടുത്തത് എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഊട്ടുപുരയായിരുന്നു. പക്ഷേ ഞാൻ എല്ലായിടത്തും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഊട്ടുപുരയിലേക്ക് നമ്മൾ കയറിയപ്പം അവിടെയും മൊത്തം ഞാൻ പരതി എവിടെയില്ല. നല്ല പോലെ നമ്മൾ ഹസ്ബൻഡിനെ അറിയുന്നവരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തോട്ട് ക്യൂ നിൽക്കാണ്ട് നമ്മളുടെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ക്യൂ നിൽക്കണ്ട, അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് ചുറ്റിലും എൻ്റെ കണ്ണ് ഫുള്ള് ഞാൻ ആ ചിത്രങ്ങളിങ്ങനെ നോക്കാം കേട്ടോ, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ. പക്ഷേ എവിടെയില്ല ഗൈസ്. അപ്പോൾ ഞാനിവിടെ വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ തന്നെ ദേവസ്വം ബോർഡ് എഞ്ചിനീയർ നമ്മളെ അടുത്ത ആളാണ് കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാജേഷ് ചേട്ടനോട്. അപ്പോൾ അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറശ്ശിനിയിൽ പോകുന്ന അന്ന് വരെ ആൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക, വളരെ വിഷമത്തോടെയാണ് ഇറങ്ങിയിട്ടുണ്ടായത് കേട്ടോ. പൊതുവേ പറശ്ശിനിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് മേടിക്കാണ്ട് ഞാൻ പോവത്തില്ല. അന്ന് എന്താ പറയുക, ഭയങ്കര ഒരു വിഷമമായതുകൊണ്ട്, അതുകൊണ്ട് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് നല്ല വിഷമത്തിലായതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയ്ക്കൊരു കമ്മലും ധൻഷു ബേബിക്കൊരു വണ്ടിയും മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരാളോട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് എവിടെയും തൂക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ 2000-ഓളം ഫോട്ടോസ് ഇവിടെ തൂക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്, സമയമില്ലാത്തത് കൊണ്ടാണ് അതൊന്നും തൂക്കാത്തത്, പെട്ടെന്ന് തന്നെ അതൊക്കെ ചുമരിൽ തൂക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ എനിക്ക് എന്താ പറയുക, പെട്ടെന്നൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ലായിരിക്കും, കാരണം ഇവർക്ക് സമയമില്ല. പിന്നെ ഇത് 2000-ഓളം ഫോട്ടോസും തൂക്കണമല്ലോ, അപ്പോൾ അതിൻ്റേതായ ഡിലേ വരെ എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ ഫോട്ടോ കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള വിഷമത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ ഞാനിവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ചുമരിൽ തന്നെ പതിച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷെ അതെനിക്ക് അറിയത്തില്ല എന്നുള്ള മാത്രമാണ് കേട്ടോ. പിറ്റേന്ന് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് രാജേഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതെവിടെയാണ് വെച്ചത് എന്നുള്ളത് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകോവിലുണ്ടല്ലോ, ശ്രീകോവിലിന് അതായത് മടപ്പുരേൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചുറ്റമ്പലത്തിന് എന്താ പറയുക സൈഡിലായിട്ട് നമുക്ക് അവിടെ ഒരു അതായത് ഭഗവാന്റെ നേദ്യപ്പുര, അവിടെയാണ് എൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നതെന്ന് രാജേഷേട്ടൻ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്കുണ്ടാവുക ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, എനിക്ക് സത്യമായിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ അത്രയും ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് നേദ്യപ്പുരയ്ക്കുള്ളിലാണ് അവർ വെച്ചിട്ടുണ്ടായതെന്നാണ്. പക്ഷെ നമ്മൾ ഒരാളിപ്പം പുറത്തുനിന്ന് പോയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാണാൻ വേണ്ടി പറ്റില്ല, അത് അതിനുള്ളിലായതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നീ വരുന്ന സമയത്ത് തീർച്ചയായും നിനക്കതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കാമെന്ന് രാജേഷേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വരവിൽ തീർച്ചയായും എൻ്റെ ഫോട്ടോ കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഞാൻ അത്രയും ആഗ്രഹിച്ച് കൊടുത്തുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും ആഗ്രഹം കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട്. അതായത് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കാനൊന്നും സാധിക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും സാധിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതന്നെ മുത്തപ്പനെ തന്നെ തുടങ്ങാൻ വേണ്ടി പറ്റിയതിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അതേന്ന് വെച്ചാൽ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചിത്രം വരക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്, പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരികയല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ വെച്ച് നോക്കി വരച്ചതാണെങ്കിൽ കൂടി അതിലുള്ള കാര്യങ്ങൾ, അതായത് ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ സെർച്ച് ചെയ്ത് എടുത്തിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചിട്ടുണ്ടായത്. പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് പല പല ഫീച്ചേഴ്സും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ തലഭാഗമൊക്കെ വരുന്ന ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തൊന്നും കറക്റ്റ് എന്താണത്, ആ പാമ്പിൻ്റെ ആ ഒരു ഇതൊന്നും കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താണത് കറക്റ്റ് തെളിഞ്ഞു കാണുന്നില്ല ഫോട്ടോയിലാവുമ്പോൾ. അപ്പം ഞാനിങ്ങനെ എവിടെയെങ്കിലും ബന്ധു വീട്ടിലൊക്കെ മുത്തപ്പനൊക്കെ ഉണ്ടാകുമ്പം കറക്റ്റ് മുത്തപ്പനെ തന്നെ സൂം ചെയ്ത് നോക്കുകയും അത് ഫോട്ടോ എടുത്തിട്ട് പിന്നീട് അതിന്ന് പകർത്തിയിട്ട് ഇപ്പുറത്തേക്ക് വരയ്ക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ കാര്യങ്ങൾ ഞാൻ കൃത്യമായി സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിത് എവിടെയാണ് വെച്ചതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ ഫോട്ടോ കൊടുത്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ, അതായത് നമ്മുടെ നാട്ടിലുള്ളതായാലും വാട്സപ്പിലൂടെയൊക്കെ ആയാലും ഒരുപാട് പേര് അവിടെ പിന്നീട് പോയിട്ടുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മൾ ഇന്ന് പോകുന്നുണ്ട്, നിൻ്റെ ഫോട്ടോ എവിടെയാണ്, അല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോ കണ്ടില്ല, എവിടെയാണ് വെച്ചതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട് ആ ഫോട്ടോനെ പോലെ തന്നെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, അതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കിപ്പോഴാണ് കറക്റ്റ് ഒരു ഉത്തരം കിട്ടിയത് എവിടെയാണെന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്തായിട്ട് തന്നെ കോവിലിൻ്റെ ഉള്ളിൽ തന്നെ നേദ്യപ്പുരയുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഞാനും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാനത് കറക്റ്റായിട്ട് പറയാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ വരച്ചിട്ട് കൊടുത്ത ആ ഒരു ചിത്രം, അത്യാവശ്യം വലിയ സൈസ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്തരം ഫ്രെയിം വർക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിൽ തന്നെ ആയിരിക്കും ചെയ്തു തരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് വരക്കുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ബായ്.